ഹായ് ഹലോ എവരിബഡി വെൽക്കം ബാക്ക് ടു ബോക്സ് ബോക്സ് ഫുട്ബോൾ. അപ്പോൾ നമ്മളിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂളിൻ്റെ ഒരു മാൻ യുണൈറ്റഡ് ഫാൻ പെർസ്പെക്റ്റീവിലുള്ളൊരു റിവ്യൂ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വെരി ഹാപ്പി വിത്ത് ദ പെർഫോമൻസ്. നമ്മൾ ഇപ്പോൾ എന്താ ഡ്രോ, നമ്മൾ പലപ്പോഴും പറയുന്നല്ലോ ഡ്രോ ഒരു നല്ല റിസൾട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു വിന്ന് കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് മെയിൻലി എനിക്കുള്ളത്. സോ ആൻഫീൽഡിൽ 10 കൊല്ലത്തിന് ശേഷം ജയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100% എൻ്റെ മൈൻഡിൽ ഒരു ഇത് വരുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഡ് ദിസ് ബി വൺ ഓഫ് ദ ഡിസൈസീവ് ഡേയ്സ് ഇൻ മാൻ യുണൈറ്റഡ് ഹിസ്റ്ററി. അതായത് ഒരു കംബാക്ക്, അതായത് പഴയ ഒരു പ്രതാപത്തിലേക്കുള്ള ഒരു സ്വിച്ച്, ഒരു മെൻറ്റാലിറ്റി സ്വിച്ച് ഒക്കെ ഞാനിതിൽ കാണുന്നു. സത്യമാവുമല്ലോ എന്നറിയില്ല. ഐ ഫീൽ ലൈക്ക് സംതിങ് ഈസ് ഗോൺ ഹാപ്പൻ. ഐ മീൻ നമ്മൾ തിരിച്ചു വരും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നു. കാരണം പല പല ക്ലബ്ബുകളുടെ ഇതേവിടെ ഒരു ലോങ്ങസ്റ്റ് സ്ട്രീക്ക് ഓഫ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ വിൻസ് ഒക്കെ വരുന്നത് ഈ മെൻറ്റാലിറ്റി കൊണ്ടാണ്. ഇപ്പം ലിവർപൂളിൻ്റെത്, ഇപ്പം ബാഴ്സലോണേനെ 4-0 ആൻഫീൽഡിൽ തോൽപ്പിക്കുന്നതൊക്കെ അവരുടെ മെൻറ്റാലിറ്റിയെ ബൂസ്റ്റ് ചെയ്ത ഒരു ഇവൻ്റാണ്. സോ അതുപോലൊരു ഇവൻ്റ് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു ഗോൾഡൻ എറയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു മാച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ആദ്യത്തെ 63 മിനിറ്റ്സിൽ തന്നെ ഈ ഫിക്സറിൽ തന്നെ നിക്കി ബഡ് സ്കോർ ചെയ്ത തന്നെ ഗോളിനേക്കാളും അതിൻ്റെ ഇപ്പം എംബോമ സ്കോർ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ലിവർപൂൾ വേഴ്സസ് മാൻ യുണൈറ്റഡ് ഗോൾ ഇൻ പ്രീമിയർ ലീഗ് എറയാണ്. 63 സെക്കൻഡ്സിൽ നമ്മളൊന്ന് സ്കോർ ചെയ്തു. അത് അവിടെ കയറൊക്കെ കിടന്ന് മോങ്ങുന്നുണ്ട്. അത് ഇതല്ല ഫൗൾ വിളിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ദ കേസ്. ഫൗളിൻ്റെ അല്ല, മറ്റേ ഹെഡ് കൺകഷന് വേണ്ടി വിളിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഇതൊക്കെ അറിയാമല്ലോ നമുക്ക്. നല്ലപോലെ അമാദ് കൊടുക്കുന്നു, ഫസ്റ്റ് ടൈം തന്നെ ഫിനിഷ് ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ അലിസൺ ബക്കർ ഇല്ലാത്തത് നന്നായി. കാര്യം മമർദാഷ്വിലി ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വെച്ചാൽ കുറച്ചുകൂടെ അതും സിക്സ് മറ്റേ ബോക്സിനകത്തോട്ട് കയറാൻ കുറച്ചുകൂടെ ക്ലോസിങ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം ഹെൽപ്ഫുൾ ആയതിനെന്ന് തോന്നി. ബട്ട് സ്റ്റിൽ നമ്മൾ നല്ലൊരു ഗോളായിരുന്നു എന്ന് പറയാം. പ്ലസ് നമ്മളത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് ഓഫ് ചെയ്യുന്നു. നല്ല കളിയായിരുന്നു, ഒബ്വിയസ്ലി നല്ല കളിയായിരുന്നു. ഇപ്പോൾ ഗാക്പോയുടെ ലിവർപൂളിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ഗാക്പോ ആയിരുന്നു ഏറ്റവും ത്രെട്ട് എന്ന് പറയുന്നത്. ഗാക്പോയുടെ 2 ഷോട്ടുകൾ വുഡ് വർക്കിൽ തട്ടിപ്പോയി. എന്നിട്ട് ഗാക്പോ പറഞ്ഞ സ്കോറും ചെയ്തു. പക്ഷേ അവർക്ക് ഇതേപടി തന്നെ ലിവർപൂളിന് ചാൻസ് കിട്ടുന്ന പോലെ തന്നെ മാൻ യുണൈറ്റഡിന് ഇപ്പുറത്ത് ചാൻസ് കിട്ടുന്നുണ്ടെന്ന് ഒരുപാട് ക്ലോസ് കോൾസ് ഉണ്ടായിരുന്നു. ബ്രൂണോയ്ക്ക് ഒരു ഓപ്പൺ ചാൻസ് ഇൻ ദ സെൻസ് നല്ലപോലെ ബ്രൂണോയുടെ ഒരു ക്വാളിറ്റിയിൽ ഫിനിഷ് ചെയ്യേണ്ടത് ബ്രൂണോയുടെ ഒരു പോസ്റ്റ് തട്ടി പോകേണ്ട അവസ്ഥ വന്നു. അതൊക്കെ ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ മേ ബി കളിക്ക് വലിയൊരു ലീഡും കുറച്ചുകൂടെ കോൺഫിഡൻസ് കളിക്കായിരുന്നു. പക്ഷേ എൻ്റർടൈനിങ് ഫിക്സറായിരുന്നു. കുറേ കാലത്തിന് ശേഷം ലിവർപൂൾ മാൻ യുണൈറ്റഡ് നല്ലൊരു ഗെയിം കാണാൻ പറ്റി. നല്ലൊരു എൻ്റർടൈനിങ് കളിയായി. കഴിഞ്ഞ കളി 2-2 ആയതും മോശമൊന്നുമല്ലായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആൻഡ് ഇൻറ്റൻറ്റ് കാണിക്കുന്നുണ്ട് മാൻ യുണൈറ്റഡ് പ്ലേയേഴ്സ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് തീരുന്നു. സെക്കൻഡ് ഹാഫ് ഭയങ്കര പോസിറ്റീവായിട്ടാണ് ലിവർപൂൾ സ്റ്റാർട്ട് ചെയ്തത്. നമുക്കറിയാം, ഞാൻ ഒരു ഗോൾ എന്തായാലും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എടുത്തു പറയാനുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്നെ ലാമൻസിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇസാക്കിൻ്റെ ഷോട്ടൊക്കെ സേവ് ചെയ്തപ്പോഴത്തേക്ക് കമൻറ്റേറ്റേഴ്സ് പറയുന്നുണ്ടായിരുന്നു സെന്നെ ലാമൻസ് കുറച്ചുകൂടെ ലക്കിയാണ്, കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് സേവ് ചെയ്യേണ്ടത്. ഇപ്പം മമർദാഷ്വിലിയുടെ ഞാൻ പറഞ്ഞ പോലത്തെ സാധനം തന്നെ പറഞ്ഞു. ബട്ട് എനിക്കതൊന്നും നോക്കണ്ട. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഷോട്ട് സേവ് ചെയ്യുന്നു, അത് ഇസാക്കിൻ്റെ മിസ്പ്ലേസ്മെൻറ്റും ആവാം, പക്ഷേ അങ്ങനെ ഒരു ഷോട്ട് സേവ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് റഫറി മറ്റേ ഓഫിനുള്ളതോ എന്തിൻ്റെ ഒരു വിസിൽ അടിച്ചിട്ടും അപ്പുറത്തുനിന്ന് മെക്കാലിസ്റ്ററിൻ്റെ ഷോട്ടാണെന്ന് തോന്നുന്നു, അതും സേവ് ചെയ്തു. അത് കയറിയതേ ഗോളൊന്നും ആവില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഹീസ് വെരി, എന്താ പറയുക, നല്ല റിഫ്ലക്സ് ഉള്ള, ഭയങ്കര അലേർട്ടായിട്ടുള്ള, കോർണേഴ്സ് ആയിക്കോട്ടെ ക്രോസസ് ആയിക്കോട്ടെ നല്ലപോലെ ഒന്ന് ഗ്രാബ് ചെയ്യാൻ കഴിവുള്ള, കമാൻഡിങ് പവറുള്ള ഒരു കീപ്പർ. ഈ കീപ്പർ എന്താണ് ഇവിടെ കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർലി വിസിബിളാണ്. നിങ്ങളുടെ ഡിഫൻസീവ് ലൈനിന് നല്ലൊരു കോൺഫിഡൻസ് കൊണ്ടുവരുന്നുണ്ട്. ഒനാന ഭയങ്കര കൊണ്ടുവന്നപ്പോഴത്തേക്കും അത് ആ ഡിഫൻസീവ് ലൈനിനോടുള്ള പ്ലെയേഴ്സിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡിഫൻസ് ഭയങ്കര ഷെയ്ക്ക് എല്ലാം ഉണ്ടാകുന്നു. ഡിഫൻസ് ഉള്ളവർ കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും സെന്നെ ലാമൻസിന് ഞാൻ പറഞ്ഞു തന്നു, സെന്നെ ലാമൻസിന് അധികം സേവുകൾ സെക്കൻഡ് ഹാഫിലോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇൻവോൾവ്മെൻറ്റ്സ് സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിട്ടുണ്ട്. ഐ മീൻ ഫസ്റ്റ് ഹാഫിൽ ഒരു സേവ് അടിച്ചു നിർത്തി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ കുറേ കൂടെ ഇൻവോൾവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലിവർപൂൾ നല്ലപോലെ വരുന്നു. ഞാനൊരു ഗോൾ എന്തായാലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സെന്നെ ലാമൻസ് കെപ്റ്റ് മീ ബിലീവിങ് എന്ന് പറയില്ലേ. പക്ഷേ അതിൽ ഗോൾ വന്നു. അതിൽ മെയിനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കിയേസ വന്നതോടുകൂടിയും ഈ എക്കിത്തിക്കെ വന്നതോടുകൂടിയും കളി മാറി കുറച്ചുകൂടെ അവർ ഡ്രൈവ് കാണിച്ച് അവർ ഗോള് ഗാക്പോ ഇന്ന് അർഹിച്ചൊരു ഗോളാണ് ഗാക്പോ അടിക്കുന്നു. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതവിടെ ഡോർഗുവിൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് എനിക്കൊന്ന് അസിസ്റ്റ് ചെയ്താരെന്ന് മറന്നുപോയി. കിയേസ ഡോർഗുവിൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ വരണം. അതൊക്കെ ഡോർഗു സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് ശരിക്കും. പക്ഷേ അവർ സ്കോർ ചെയ്യുന്നു. പക്ഷേ സ്കോർ ചെയ്തപ്പോഴത്തേക്കും ആസ് യൂഷ്വൽ ഒരു മാൻ യുണൈറ്റഡ് ഫാനായിട്ട് ഇത്രയും കാലം കാണുന്നത് കൊണ്ട് എനിക്ക് തോന്നി ഓക്കെ, ഇത് ചിലപ്പോൾ അവർ 2-1 അടിച്ച് ജയിക്കാനുള്ള കഴിവുണ്ട്, ഒരു ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചു.
പക്ഷേ അവിടെയാണ് എനിക്ക് പറ്റിയതും എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടും ഈ കളിയുടെ റിസൾട്ട് കൊണ്ട് ഇനി ഭാവിയിൽ എന്തൊക്കെ ആവാം എന്ന് തോന്നിയത് ആ ഒരു പോയിന്റിലായിരുന്നു. നമ്മൾ 3-4 മിനിറ്റിനുള്ളിൽ തന്നെ വി മെയ്ഡ് ഇറ്റ്. അതായത് നമ്മൾ അടുത്ത് തിരിച്ചൊരെണ്ണം അടിച്ചു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻറ്റാലിറ്റി കാണിക്കുന്ന, അതായത് ആൻഫീൽഡിൽ പോയി ഒരെണ്ണം കിട്ടിയാലും തിരിച്ചടിക്കാം എന്നുള്ളൊരു മൈൻഡിൽ വീണ്ടും നമ്മൾ 4 മിനിറ്റ് 5 മിനിറ്റ് എങ്ങാണ്ട് ഈക്വലൈസ്ഡ് ആയിട്ടുള്ളായിരുന്നുള്ളൂ. നമ്മൾ തിരിച്ച് ലീഡ് പിടിച്ചു. അത് ഒന്നും പറയാനില്ല, കിടിലം ഒരു ഗോള് മഗ്വയറിൻ്റെത്. അത് എടുത്ത് പറയാനുള്ള ഒരു ആളുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് ഞാൻ വലിയ ബ്രൂണോ ഫാനാണ്. പക്ഷേ ബ്രൂണോനെ എന്തുകൊണ്ട് അയാൾ മാറ്റുന്നില്ല, മെയിനുവിനെ ഇറക്കും എന്നുള്ള രീതിയിൽ മൈൻഡിൽ ഒരു 3-4 മിനിറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഒരുപാട് മിസ് പാസസ് വരുന്നു, ബ്രൂണോയ്ക്ക് ഓടാൻ പറ്റുന്നില്ല, ബ്രൂണോ കാരണമുള്ള മിസ് പാസസിൽ നല്ല രീതിയിൽ കൗണ്ടർ പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിന്നപ്പോഴും ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴും ആ ഒരു ബോൾ പ്രൊഡ്യൂസ് ചെയ്ത് ഗോൾ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ബ്രൂണോയെ കൊണ്ട്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാണ് ബ്രൂണോന്. ഒറ്റ ബോൾ കൊണ്ട് കളി മാറ്റാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് ബ്രൂണോ. ആ ലെവലുള്ള പ്ലെയറാണ്. അതാണ് അമോർമിന് വേണ്ടത്. അതുകൊണ്ടാണ് അമേറും വെക്കുന്നത്. ആ ബോൾ ഇട്ടു, ഗോളടിച്ചു, ബ്രൂണോനെ വലിച്ചു, മെയിനുവിനെ ഇട്ടു. അപ്പോൾ തന്നെ ഇപ്പോൾ യൂറോയും സബ്ബുകളെല്ലാം, അപ്പോൾ അമോറിമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സബ്ബുകളെല്ലാം ഓൺ പോയിൻ്റ് ആയിരുന്നു. യെല്ലോ കാർഡിലുണ്ടായിരുന്ന അമാദിനെയും കസമീറോനെ റൈറ്റ് ടൈമിൽ വലിച്ചു. അത് കഴിഞ്ഞിട്ട് ഡലോനെ എന്തുകൊണ്ട് കളിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡലോ മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ വീക്കസ്റ്റ് ലിങ്ക്. ഇപ്പോൾ എനിക്ക് ലൂക്ക് ഷോനെ എടുത്ത് പറയണമെന്നുണ്ട്. കാര്യം ലൂക്ക് ഷോ മഗ്വയറൊക്കെ ഒരുപാട് എന്താ പറയുക, ഫാൻസിൻ്റെ കയ്യിൽ നിന്ന് തെറി കിട്ടുന്ന പ്ലേയേഴ്സാണ്. ലൂക്ക് ഷോ ഒക്കെ നന്നായിട്ട് കളിച്ചു, എനിക്ക് വലിയ കുഴപ്പമില്ല. നന്നായിട്ട് കളിച്ചെന്ന് തന്നെ പറയണം. എന്നാൽ ഇനി പറയാനുള്ളത് ഫാൻസിനോടാണ്. നന്നായിട്ട് കളിച്ചെന്നുള്ളത് പറയുക, എക്സ്പ്രസ് ചെയ്യുക. ദ സെയിം വേ ദാറ്റ് യു എക്സ്പ്രസ് ദാറ്റ് നിങ്ങൾ ഷിറ്റായിരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ നന്നായിരുന്നു എന്ന് പറയുക. കാര്യം ഒരുപാട് ഷിറ്റ് പറയാൻ ഒരുപാട് മീഡിയാസ് ഓടി നടപ്പുണ്ട്. നമ്മളാണ് നമ്മുടെ പ്ലേയേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളത്. ഇറ്റ് ലുക്സ് ലൈക്ക് എ ഗുഡ് പ്രൊജക്റ്റ്. ഇപ്പം പെട്ടെന്ന് അമോറും ഇത്രയും കാലം കുറ്റം പറഞ്ഞ് നടന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇറ്റ് ലുക്സ് ലൈക്ക് സം കൈൻഡ് ഓഫ് എ ഗുഡ് പ്രൊജക്റ്റ്. സോ ഇപ്പം ലൂക്ക് ഷോയുടെ കാര്യം പറഞ്ഞു വന്ന പോലെ ലൂക്ക് ഷോ മഗ്വയറൊക്കെ നന്നായിട്ട് കളിച്ചു. അപ്പം ഡലോയുടെ കാര്യം മാത്രമാണ് എനിക്കൊരു വീക്കസ്റ്റ് ലിങ്ക് ആയിട്ട് തോന്നിയത്. ബട്ട് ഈവൻ ദെൻ ഡലോ റൈറ്റ് ബാക്കിലും ലെഫ്റ്റ് വിങ് ബാക്കിലും റൈറ്റ് വിങ് ബാക്കിലും നന്നായിട്ട് കളിക്കുന്നു. ലാസ്റ്റ് മിനിറ്റ് വരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അമോറിമിൻ്റെ എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻസും ഓൺ പോയിൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അമോറിം ഗോട്ട് എവറിത്തിങ് റൈറ്റ് ടുഡേ. ഓൺ ദ അതർ ഹാൻഡ് അർനെ സ്ലോട്ടിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഹെക്കിറ്റിക്കെ സ്റ്റാർട്ടിങ്. അതിൽ ഇസാക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 28th മിനിറ്റിലെങ്ങാണ്ട് ഇസാക്കിൻ്റെ ഒരു ഷോട്ട് എങ്ങാണ്ട് വരുന്നുണ്ട്. അത് ആ 28 മിനിറ്റ് ഞാൻ യുണൈറ്റഡിൻ്റെ ലൈനപ്പ് മാത്രമേ കണ്ടുള്ളൂ. ഞാൻ കുറച്ച് തിരക്കായിരുന്നു. യുണൈറ്റഡിൻ്റെ ലൈനപ്പ് മാത്രമേ നോക്കിയുള്ളൂ. ലിവർപൂളിൻ്റെ ലൈനപ്പ് ഞാൻ നോക്കിയില്ല. അപ്പം കളി കാണുന്ന വഴിയിൽ ഇവരുണ്ട്, ഷബോസ്ലെ ഉണ്ട്, മറ്റേ മക്കാലിസ്റ്റർ ഉണ്ടെന്നൊക്കെ കാണുന്നു. അങ്ങനെ പോകുന്നു. 28ാം മിനിറ്റിൽ ഫസ്റ്റ് ഷോട്ട് ഇസാക്ക് അടിക്കുമ്പോഴാണ് ഇസാക്ക് ലിവർപൂളിൽ പോയല്ലോ എന്ന് തന്നെ ഞാൻ ആലോചിച്ചത്. അത്രയ്ക്ക് സൈലൻ്റ് ആയിരുന്നു ഇസാക്ക്. പിന്നെ സലയുടെ വലിയ ഫിക്സറാണ് യുണൈറ്റഡ്. പക്ഷേ സല ഒരുപാട് ഓപ്പൺ ചാൻസ്, ഒരു ഫാർ പോസ്റ്റിൽ ഒരു ഓപ്പൺ ചാൻസ് കിട്ടി. അതുപോലെ തന്നെ വീണ്ടും ഒരു കോർണറിലൊക്കെ അടിക്കുന്നതൊക്കെ ഫുൾ ഇന്നും സലയുടെ ഓഫ് ഡേ ആയിരുന്നു. ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്ക് ഒരാളെ കൂടെ പറയേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഇപ്പം എല്ലാവരും കളിയാക്കുന്ന കാര്യമൊക്കെ തന്നെയാണ്, പക്ഷേ അംഗീകരിച്ചു കൊടുക്കണം. ട്രെൻഡ് അലക്സാണ്ടർ-ആർണോൾഡ് എന്ന് പറയുന്നത് ഒരു വേൾഡ് ക്ലാസ് റൈറ്റ് ബാക്ക് തന്നെയാണ്. വേൾഡ് ക്ലാസ് പാസറായിട്ടുള്ള ഒരു റൈറ്റ് ബാക്ക് തന്നെയാണ് ട്രെൻഡിൻ്റെ അഭാവം നന്നായിട്ട് ലിവർപൂൾ ടീമിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഫ്രിംഗ്പോങ്ങിനോ ഒന്നും ഇപ്പോൾ കോണർ ബ്രാഡ്ലിയാണ് കളിച്ചത്. ദേ ആർ മൈൽസ് അവേ ഫ്രം ട്രെൻഡ് എന്ന് ഞാൻ പറയും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിൻ്റെ അത്രയൊക്കെ ഡിഫൻസീവ് കേപ്പബിലിറ്റിയൊക്കെ തന്നെ ഇവർക്ക് പറയാനുള്ളൂ. പക്ഷേ ഒഫൻസീവ്ലി ട്രെൻഡ് ഓഫർ ചെയ്യുന്നത് എന്താണ്? ഇപ്പം ഞാൻ തന്നെ ചിന്തിക്കുകയാണ്, സല എന്നുള്ള പ്ലെയറിനെ വേൾഡ് ക്ലാസ് ലെവൽസിലേക്ക് നമ്പേഴ്സ് ഇടാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ ട്രെൻഡാണെന്ന് ഞാൻ ഇപ്പോൾ കാണുകയാണ്. കാര്യം വിത്തൗട്ട് ട്രെൻഡ് സലയ്ക്ക് ഒരു ഡിപ്പ് സംഭവിക്കുന്നുണ്ട്. അപ്പം ഹൗ ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ് ആൻഡ് ഈവൻ ആൻഡി റോബർട്ട്സൺ കോംബോ വാസ് ഫോർ ലിവർപൂൾ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കളി തന്നെയായിരുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്സാണ്ടർ ഇസാക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അലക്സാണ്ടർ ഇസാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഐ മീൻ നെക്സ്റ്റ് ഗെയിമിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇസാക്കിന് പകരം എക്കിറ്റിക്കേനെ സ്റ്റാർട്ട് ചെയ്യിക്കുക. ഐ നോ ദാറ്റ് യു ഹാവ് പെയ്ഡ് എ ലോട്ട്, പക്ഷേ എക്കിറ്റിക്കയാണ് മോർ എന്താ പറയുക, കുറച്ചുകൂടെ ടീമിന് ജെല്ലായി പോകുന്നതും കുറച്ചുകൂടെ ഇൻറ്റൻറ്റ് കാണിക്കുന്നത് എക്കിറ്റിക്കയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ എക്കിറ്റിക്ക ആൻഡ് ഈവൻ കിയേസ, ഞാൻ അഗ്രി ചെയ്യുന്നു കിയേസനെ ഒരു 90 മിനിറ്റ്സ് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാൻ മാത്രം ഫിറ്റ്നസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ കിയേസ ഒരു 60 മിനിറ്റിലൊക്കെ വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സീസണിൽ, കഴിഞ്ഞ സീസണിലും ഗാക്പോ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഈ സീസണിൽ അവരുടെ ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഗാക്പോ, എക്കിറ്റിക്കെ, കിയേസയാണ് അവരുടെ ബെസ്റ്റ് 3 അറ്റാക്കേഴ്സ്. അതിൽ കിയേസ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ഡ്യൂ ടു എന്താ പറയുക അവൻ്റെ ഇഞ്ചുറി റെക്കോർഡ്സും ഒക്കെ കൊണ്ടായിരിക്കും അവനെ അത്ര മിനിറ്റ്സ് കളിപ്പിക്കാത്ത. പക്ഷേ എന്തായാലും എക്കിറ്റിക്കെ ആൻഡ് ഗാക്പോ ഷുഡ് സ്റ്റാർട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഫ്രം ലിവർപൂൾ പോയിന്റ് ഓഫ് വ്യൂ. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ വീണ്ടും ഷബോസ്ലോ തന്നെ ട്രൈ ചെയ്യേണ്ട അവസ്ഥ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്രാവൻബർഗ് മക്കാലിസ്റ്ററിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഫ്ലോറിയൻ വിഡ്സിനെ വൈകാതെ കളിപ്പിക്കേണ്ടി വരും, അത്രയും കാശ് കൊടുത്തൊക്കെ വന്നതുകൊണ്ട്. ഈവൻ ഫ്ലോറിയൻ വിഡ്സ് അത്ര മോശമൊന്നും ഇല്ലായിരുന്നെങ്കിലും സ്റ്റിൽ
ദേവർ സൈലൻറ്റ്. എനിക്ക് കുറച്ചുകൂടെ 6റെ കയ്യിലാണ് ബോൾ കിട്ടുമ്പോൾ കുറച്ചുകൂടെ ഞാൻ എൻ്റെ നെഞ്ചിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഗ്യാക്പോ, എക്കിറ്റിക്കെ ആൻഡ് കിയേസ. വേറെ 6റെ കാലിലും എനിക്ക് ബോൾ കിട്ടുമ്പം ഈവൻ സലയുടെ പോലും പല സമയങ്ങളിലും എനിക്ക് സലയോടുള്ള ഫിയർ ഫാക്ടർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ത്രൂ ഔട്ട്. സോ അതാണ് എനിക്ക് ലിവർപൂൾ ഇതിൻ്റെ ക്ലബിനോടുള്ള അതായത് അവരുടെ പോക്കിൽ എന്ത് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മെൻറ്റാലിറ്റി ഡിപ്പ് ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. ഇനി കാര്യം 4 കളികൾ അടുപ്പിച്ച് തോറ്റു. പിന്നെ എനിക്ക് തോന്നുന്നു 10-12 കൊല്ലമായെന്ന് തോന്നുന്നു ഇങ്ങനെ 4 കളിയൊക്കെ അടുപ്പിച്ച് തോറ്റിട്ട്. മേ ബി കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുമായിരിക്കും. എനിക്ക് തോന്നുന്നു ആർനെ സ്ലോട്ട് കഴിഞ്ഞ സീസണിൽ ചെറുതായിട്ടൊരു ക്ലോപ്പിൻ്റെ ട്വീക്കോ വല്ലതൊക്കെ ചെയ്ത് രക്ഷപ്പെട്ട് പോയതായിരിക്കാം, അറിയില്ല. പുതുതായിട്ട് ഇപ്പം പുള്ളിയുടെ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നു. അതിൽ പ്ലെയേഴ്സൊക്കെ ജെല്ലായി വരുന്നതേ ഉള്ളൂ. പിന്നെ മേ ബി ഡിയോഗോ യോട്ടയുടെയും ഇപ്പം വേണ്ടയ്ക്കൊക്കെ ഏതോ ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞായിട്ട് ഞാൻ വായിച്ചു. ഡിയോഗോ യോട്ടയുടെ ഡിമൈസും ചിലപ്പം ടീമിനെ അഫക്റ്റ് ചെയ്തായിരിക്കും ബിക്കോസ് ആഫ്റ്റർ ഓൾ ആർ ഹ്യൂമൻസ്. അപ്പോൾ അതൊക്കെ ആയിരിക്കും. ബട്ട് മാൻ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം, അമോറിമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹ്യൂജ് നൈറ്റാണ്. 100% ഇതൊരു മെൻറ്റാലിറ്റി ഷിഫ്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ എൻ്റെ ഇൻഡ്യൂഷൻ വെച്ച് പറയുകയാണ്. ഇത്രയും ഒരു നല്ലൊരു വിന്ന്, അതും ആൻഫീൽഡ് പോലത്തെ ഒരു പ്ലേസിൽ പോയി എടുക്കുക എന്നൊക്കെ പറയുന്നത് ഒബ്വിയസ്ലി അതിൽ നിന്ന് നമ്മൾ വീണ്ടും കൗണ്ട് ഡൗൺ ചെയ്ത് പോകണം. ഇതിൻ്റെ അർത്ഥം എല്ലാ കളിയും ജയിക്കും എന്നൊന്നുമല്ല. പക്ഷേ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി, അതായത് ഒരു ഗോൾ കയറിയാലും തല താഴാതെ ഷോൾഡേഴ്സ് ഡ്രോപ്പ് ചെയ്യാതെ വീണ്ടും പോയി അടിക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആണ് ടീമിന് ആവശ്യം. അതാണ് ടീമിനില്ലാത്തതും. സോ ഫോർ ദ ഫാൻസ്, ഡോണ്ട് ഗോ ഫോർ ഈ മീഡിയക്കാരുടെ ഇതിലൊന്നും പോയി ക്ലിക്ക് ബേറ്റ്സ് കൊടുക്കാതെ പ്ലെയേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഫോർ ദ ടൈം ബീങ് പ്ലെയേഴ്സ് ആൻഡ് മാനേജർ നീഡ്സ് ടു ബി പ്രൊട്ടക്റ്റഡ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെയാണ്. അപ്പം ഹാരി മഗ്വയർ ദ ക്ലച്ച് ഗോഡ് അഗെയിൻ. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻസിൽ എഴുതുമല്ലോ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ കാര്യം പറയാതെ എനിക്ക് വീഡിയോ ഇറക്കാൻ പറ്റില്ല എന്നല്ല, എനിക്ക് എൻ്റെ ഒരു മനസാക്ഷിക്ക് വിരുദ്ധതയായി പോകും. മാത്യൂസ് കുഞ്ഞ ഒരു രക്ഷയില്ല. സൈനിങ് ഒന്നും പറയില്ല. എന്ത് കിടില്ല. അതായത് ബ്രസീലിയൻ ഫ്ലെയർ, ബോളൊക്കെ എത്ര പേര് വലിച്ചിട്ടാലും ഇട്ട സ്ഥലത്തു നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോകുന്നത് ഒരു രക്ഷയില്ല. ബോൾ ക്യാരിങ് എബിലിറ്റി ഒരു രക്ഷയില്ല. ഈ ടീമിനെ ടാലിസ്മാനിക് ഫിഗർ ആവാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് മാത്യൂസ് കുഞ്ഞ. ഒരു പ്രാവശ്യം ബെഞ്ചിട്ടു, ആ ബെഞ്ച് ഇട്ടതിനുള്ളതെല്ലാം കാണിച്ചു തീർത്തിട്ടുണ്ട് അവൻ. വെരി വെരി ഹൈ ഹോപ്സ്. നമ്മുടെ അതായത് എല്ലാ സൈനിങ്സ് എല്ലാം വന്നായിരുന്നു. അതിലാകെ പ്രശ്നം ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡിൽ ഒരു സൈനിങ് ആയിരുന്നു ഇമ്പോർട്ടൻറ്റ്, അത് നടന്നില്ല എന്നുള്ളേ ഉള്ളൂ. ബട്ട് അതൊന്നും ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. ദീസ് ആർ അവർ സെറ്റ് ഓഫ് പ്ലെയേഴ്സ്. ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുക, അവരെല്ലാവരെയും പുഷ് ചെയ്യുക, എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുക, അത് തന്നെ ഉള്ളൂ. പ്രൊട്ടക്ട് ദം ഫ്രം ദീസ് മീഡിയ സ്കാവഞ്ചേഴ്സ്, അത്രേ ഉള്ളൂ. അപ്പം അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഒന്നുകൂടെ.